കേരളത്തിൻ്റെ പൈതൃക ഗ്രാമമായ കൽപ്പാത്തി അഗ്രഹാരം. വീടുകളുടെ പൂമാല എന്ന് വിശേഷണമുള്ള അഗ്രഹാരങ്ങൾ അമ്പലങ്ങളോട് ചേർന്ന് റോഡിനിരുവശത്തും മാല പോലെ നീണ്ടുകിടക്കുന്ന അഗ്രഹാരം അല്ലെങ്കിൽ ഗ്രാമം. ഭാരതപ്പുഴയുടെ അല്ലെങ്കിൽ നീളാനദിയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴ പാറക്കെട്ടിലൂടെ പാത്തി പോലെ ഒഴുകിയതുകൊണ്ടാണ് കൽപ്പാത്തി എന്ന പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. 700 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ മയിലാടുംതുറ എന്ന ഗ്രാമത്തിൽ നിന്ന് ലക്ഷ്മി അമ്മാൾ എന്ന ബ്രാഹ്മണ സ്ത്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുകയുണ്ടായി. മടങ്ങി വരവെ ഗംഗാനദിയിൽ നിന്ന് അവർക്ക് ശിവലിംഗ പ്രതിഷ്ഠ ലഭിച്ചു. തുടർന്ന് നിരവധി ക്ഷേത്രങ്ങളിലൂടെ അവർ സഞ്ചരിച്ച് ഇന്ന് കാണുന്ന ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്തെത്തുകയുണ്ടായി. വിശ്രമത്തിന് ശേഷം മടങ്ങിപ്പോകാൻ നിൽക്കവേ ശിവലിംഗ പ്രതിഷ്ഠ അവിടെ നിന്ന് എടുക്കാൻ സാധിക്കാതെ വരികയും തുടർന്ന് അവിടെ ഒരു അമ്പലം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അന്നത്തെ പാലക്കാട് രാജാവായ ഇട്ടിക്കൊമ്പി അച്ഛനെ സമീപിക്കുകയുണ്ടായി. തുടർന്ന് അനുമതി ലഭിച്ചതിന് ശേഷം ഇന്ന് കാണുന്ന കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിക്കുകയുണ്ടായി. അങ്ങനെ അവർ തഞ്ചാവൂരിൽ നിന്ന് ക്ഷേത്ര പൂജകൾക്കായി കൽപ്പാത്തി പുഴയുടെ തീരത്ത് കുടിയേറി പാർത്തു. അങ്ങനെ പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി, ഗോവിന്ദരാജപുരം, മന്തക്കര എന്നീ പ്രധാന ഗ്രാമങ്ങൾ ഉടലെടുത്തു. അവരോടൊപ്പം അവരുടെ ഇഷ്ടദൈവങ്ങളായ സുബ്രഹ്മണ്യനും ദേവിയും ഗണപതിയും ഒക്കെ വന്നുവെന്ന് അവർ കരുതപ്പെടുന്നു. അവർക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കുകയും അവരുടെ പ്രീതിക്ക് വേണ്ടി രഥപൂജ നടത്തുകയും ചെയ്തിരുന്നു. വർഷം തോറും ഭക്തജനങ്ങളെ കാണാൻ വേണ്ടി അവർ രഥത്തിൽ വരുമെന്ന് വിശ്വസിച്ചിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൽപ്പാത്തി രഥോത്സവം ആഘോഷിക്കുന്നത്. രഥോത്സവത്തിൽ പങ്കെടുക്കുന്നത് പ്രധാനമായും 4 ക്ഷേത്രങ്ങളാണ്. അവരുടെ 6 രഥങ്ങളുമാണ്. ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമാണ് രഥോത്സവം നടത്തുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് സാമ്യമുള്ളതിനാൽ തെക്കിൻ്റെ വാരണാസി എന്നും ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നു. പ്രധാന ക്ഷേത്രങ്ങളായ ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രവും ശ്രീ ലക്ഷ്മണനാരായണ പെരുമാൾ ക്ഷേത്രവും മന്തക്കര മഹാഗണപതി ക്ഷേത്രവും ചാത്തപുരം പ്രസന്ന ഗണപതി ക്ഷേത്രവും ഇതിൽ പങ്കെടുക്കുന്നു. അവസാന 3 ദിവസമാണ് പ്രധാന ആഘോഷം. ദൈവവും മനുഷ്യനും ഒരേ പാതയിൽ കൂടുന്ന മഹാ ഉത്സവം, ദേവരഥ സംഗമം. അപ്പോൾ എങ്ങനെ കൽപ്പാത്തി രഥോത്സവത്തിന് കാണാട്ടോ.